ഒരു ദിവസം തങ്കമ്മച്ചി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഡോക്ടറെ, ഇന്നലെ എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ അതിൽ CRP വളരെ കൂടുതലാണ്. എന്താ ഡോക്ടറെ, എനിക്കെന്തോ വലിയ പ്രശ്നമുണ്ടോ, എന്താണിത്, ഒന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരുമെന്ന് ചോദിച്ചു. CRP എന്ന് പറഞ്ഞാൽ റിയാക്റ്റീവ് പ്രോട്ടീൻ ആണ്. ഇതൊരു രോഗമൊന്നുമല്ല, ഇതൊരു മാർക്കറാണ്, ചില സൂചനകൾ നൽകുന്നൊരു മാർക്കറാണ്. നമ്മുടെ രക്തത്തിലെ ഒരു അലാറം ബെൽ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ രക്തത്തിൽ ഇൻഫ്ലമേഷൻ അല്ല നീർവീക്കം അല്ലെങ്കിൽ ഇൻഫെക്ഷൻ നടക്കുന്നുണ്ടെന്നുള്ളതിനുള്ള സൂചന നൽകുന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു ഉപ്പ വന്നപ്പം CRP വളരെ ഹൈ ആയിരുന്നു. അപ്പോൾ ആ ഉപ്പാക്ക് ഒരു 3 ദിവസം ആൻറ്റിബയോട്ടിക് കൊടുത്തപ്പം CRP വളരെ നോർമലിലേക്ക് വന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അവരുടെ ശ്വാസകോശത്തിലുണ്ടായ ഒരു അണുബാധയാണ് ഈ CRP വർദ്ധിപ്പിച്ചത്. 3 ദിവസം കൊണ്ട് തന്നെ CRP നോർമലായി. ആ അണുബാധ കുറഞ്ഞപ്പം ആൻറ്റിബയോട്ടിക് കൊടുത്ത് എഫക്റ്റ് ചെയ്തപ്പം ഒരു ഡോസ് കഴിഞ്ഞപ്പോൾ തന്നെ ആ ഉപ്പ പറയുണ്ടായിരുന്നു, എനിക്ക് നല്ല മാറ്റമുണ്ട് കേട്ടോ. 3 ദിവസം കഴിഞ്ഞ് നമ്മൾ വീണ്ടും CRP നോക്കിയപ്പം വളരെ നോർമലാണ്. ഇൻഫെക്ഷൻ കുറഞ്ഞപ്പം ആ അലാറം ബെല്ല് അടിയോടെ നിർത്തി, സംഗതി സുഖമായി. അപ്പോൾ ഈ CRP ഏതൊക്കെ കണ്ടീഷനിലാണ് കൂടുന്നത്? ഒന്ന് ഇൻഫെക്ഷൻ. ഇപ്പോൾ ശ്വാസകോശത്തിലെ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ഉപ്പാക്ക്. ചിലർക്ക് മൂത്രപ്പഴുപ്പ് സ്ഥിരമായിട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പം അത് കൂടിയെന്ന് വരാം, അല്ലെങ്കിൽ മറ്റെന്തൊരു ഇൻഫെക്ഷൻ കൊണ്ടും ഇത് ഹൈ ആവാം. പിന്നെ നമ്മുടെ ശരീരത്തിൽ വാതം രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നതല്ലോ. ഈ ഇൻഫ്ലമേഷൻ കൂടുമ്പം ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയും, വാതരോഗങ്ങൾ, ഇത് കാരണം ചിലപ്പം ഈ CRP വർദ്ധിച്ച് വരാം. റിമറ്റോയ്ഡ് ആർത്രൈറ്റിസ് അല്ലേ, അങ്ങനത്തെ ഒക്കെ ഒരുപാട് അസുഖങ്ങളുണ്ട്. SLE, സ്ക്ലീറോഡെർമ, അങ്ങനത്തെ പല ഒരു വാതരോഗങ്ങളും ഇതുകൊണ്ടും വേണമെങ്കിൽ എന്ത് ചെയ്യാം, CRP ഹൈ ആയി നിൽക്കാം. ചില ഹൃദ്രോഗങ്ങൾ കൊണ്ട്, ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി, തീർച്ചയായിട്ടും അറ്റാക്ക് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ നീർവീക്കം ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ രക്തക്കുഴലിൽ ബ്ലോക്കുകൾ ഉണ്ടാവുകയാണ്, അതും നമ്മുടെ രക്തക്കുഴലിൽ നടക്കുന്നൊരു നീർവീക്കമാണ്. ഇതും എന്താക്കും, ചിലപ്പം CRP വർദ്ധിപ്പിക്കാൻ കാരണമാവും. മനസ്സിലായില്ല? അതും നമുക്ക് ചില സൂചനകൾ നൽകും. പിന്നെ ഒബേസിറ്റി, അമിതവണ്ണം, അത് നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പുകൾ അടിഞ്ഞു കൂടുകയാണല്ലോ, അതും നമ്മൾ എന്തുണ്ടാക്കും, ഒരുപാട് CRP വർദ്ധിക്കാൻ കാരണമാകും. പിന്നെ ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ രക്തക്കുഴലിൽ ഷുഗർ കൂടിയിട്ട് അവിടെ നീർവീക്കം ഉണ്ടാവുകയാണ്, അതും CRP വർദ്ധിപ്പിക്കും. പിന്നെ പുകവലി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം മുഴുവനും നീർവീക്കത്തിൻ്റെ ഒരു സ്റ്റേജ് ഉണ്ടാക്കുന്നതാണ്, അതുകൊണ്ടും CRP ഹൈ ആയി നിൽക്കാം. ഇവിടെ CRPയെ നമുക്ക് ചികിത്സിക്കേണ്ടതില്ല, CRP കൂടാൻ കാരണമായിട്ടുള്ള രോഗത്തെ ചികിത്സിക്കുമ്പോൾ CRP ഓട്ടോമാറ്റിക്കലി കുറഞ്ഞു വന്നോളും.